കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പ്രഗ്നൻസി ആയി വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് സ്കാൻ ഒന്ന് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിൽ പ്രഗ്നൻസി ട്യൂബിലാണ് എന്നുള്ളൊരു റിപ്പോർട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുക? പേഷ്യൻ്റ് ആണെങ്കിൽ വളരെ വിഷമത്തിലാണ്. നമുക്ക് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാൻ പറ്റുക? സാധാരണയായി ഭ്രൂണം ഇംപ്ലാന്റ് ചെയ്യുന്നത് യൂട്ടസിനകത്താണ്. യൂട്ടസിന് പുറത്താണ് പ്രഗ്നൻസി പിടിക്കുന്നതെങ്കിൽ, അതായത് ഭ്രൂണം ഇംപ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപ്പി പ്രഗ്നൻസി എന്ന് പറയുന്നത്. ട്യൂബാണ് കോമണസ്റ്റ് സൈറ്റ്. എക്ടോപ്പിക്ക് പിടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ടവാഹിനിക്കുഴലാണ്. അണ്ടവാഹിനിക്കുഴലാണ് ഫ്യൂഷൻ, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അവിടുന്ന് യൂട്രസിനകത്തേക്ക് പ്രഗ്നൻസി താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെയാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും ചില കേസുകളിൽ ട്യൂബിനകത്ത് തന്നെ പ്രഗ്നൻസി പിടിക്കുകയും അത് അവിടെ നിന്നിട്ട് വളരാനും പിന്നീട് അത് പൊട്ടാനുമുള്ള ഒരു സാധ്യതയുണ്ട്. ഈ പ്രഗ്നൻസി എക്ടോപിക് പ്രഗ്നൻസിയുടെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ അത് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ടെന്നുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഇത് നമുക്ക് വളരെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, ട്യൂബൽ പ്രഗ്നൻസി വളരെ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അത് മെഡിക്കലി തന്നെ, മെഡിസിൻ കൊണ്ട് തന്നെ അത് അലിയിപ്പിച്ച് കളയാൻ പറ്റും. എങ്ങനെയാണ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ? ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഇതിന് റിസ്ക് കൂടിയ ആൾക്കാർ, എക്ടോപിക് പ്രഗ്നൻസി സാധ്യത കൂടിയ ആൾക്കാർ, അതായത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നേരത്തെ എന്തെങ്കിലും തരത്തിൽ ട്യൂബിൻ്റെ സർജറി ചെയ്തിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള IPL പോലത്തെ ടാബ്ലറ്റ്സ്, ചിലർ എമർജൻസി കോൺട്രസെപ്ഷൻ IPL ഉപയോഗിക്കുക. IPL എടുത്തവർക്ക് പ്രഗ്നൻസി വരികയാണെങ്കിൽ അത് ട്യൂബിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഉടൻ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ BTIC എന്ന് പറഞ്ഞ ഹോർമോൺ ടെസ്റ്റ് ചെയ്യുകയും സ്കാൻ എടുത്തിട്ട് BTICയുടെ ലെവൽ 1500 എന്ന ലെവലിന് മുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും യൂട്രസിനകത്ത് പ്രഗ്നൻസി കാണണം സ്കാൻ എടുക്കുമ്പോൾ. പക്ഷേ അങ്ങനെ നമുക്ക് സ്കാനിങ്ങിൽ കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ട്യൂബിനകത്ത് അത് പ്രഗ്നൻസി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ റേഡിയോളജിസ്റ്റ് എപ്പോഴും ട്യൂബിൽ ഒന്നും കൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് അവിടെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ നമുക്ക് പേഷ്യൻറ്റിന് ഒരു മെത്തോട്രെക്സേറ്റ് എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് അലിയിപ്പിച്ച് കളയാൻ പറ്റും. ഒരു തവണ എക്ടോപിക് പ്രഗ്നൻസി വന്ന പേഷ്യൻറ്റിന് വീണ്ടും വരാൻ ചാൻസ് ഇല്ലേ? ഒരു തവണ എക്ടോപിക് പ്രഗ്നൻസി വന്നിട്ട് വീണ്ടും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ എക്ടോപിക് പ്രഗ്നൻസിയുടെ റീസൺ തന്നെ എന്ന് പറയുന്നത് ട്യൂബിൽ നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതിൽ ബ്ലോക്ക് വന്നതിൻ്റെ റീസണായിട്ട് വീണ്ടും എക്ടോപിക് പ്രഗ്നൻസി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള കേസുകളിൽ നെക്സ്റ്റ് ടൈം പേഷ്യൻ്റ് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ട് വരുമ്പോൾ ഉടൻ തന്നെ BTIC ടെസ്റ്റ് ചെയ്യുകയും ഉടൻ തന്നെ സ്കാൻ ചെയ്ത് പ്രഗ്നൻസി യൂട്രസിനകത്താണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും വേണം.